അഹങ്കാരം ഒരു ചെറിയ വാക്കാണ്, പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തി. പലർക്കും അഹങ്കാരം എന്നത് ഒരു സ്വഭാവം മാത്രമാണ്. അവൻ അങ്ങനെ തന്നെയാണ്, അവൾക്കല്പം ആറ്റിറ്റ്യൂഡുണ്ട്, ഇങ്ങനെ നമുക്ക് സാധാരണയായി തോന്നുന്ന കാര്യങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ അഹങ്കാരം ഒരു സ്വഭാവമല്ല, അത് മനസ്സിൻ്റെ ഒരു നിലയാണ്, ഒരു തെറ്റായ തിരിച്ചറിവാണ്. ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല, പതിയെ പതിയെ വളരുന്ന ഒന്നാണ്. 3 പ്രധാന കാര്യങ്ങളിലാണ് അത് കൂടുതലായി വളരുന്നത്: അറിവ്, സമ്പാദ്യം, പദവി. ആദ്യമായി അറിവ് നോക്കാം. ഒരു മനുഷ്യന് കുറച്ച് അറിവ് കിട്ടുമ്പോൾ തന്നെ അവൻ ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് മറ്റുള്ളവരെ. അധ്യാപകർ, സുഹൃത്തുക്കൾ, പുസ്തകങ്ങൾ, അനുഭവങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ മറ്റുള്ളവർ നമ്മിലേക്ക് പകർന്നു നൽകിയ അറിവിൽ നമുക്ക് എങ്ങനെയാണ് അഹങ്കാരം തോന്നാൻ കഴിയുന്നത്? നമ്മൾ ഒരു പാത്രം പോലെയാണ്, അതിൽ മറ്റുള്ളവർ നിറച്ച അറിവാണുള്ളത്. പാത്രം നിറഞ്ഞതുകൊണ്ട് അത് വെള്ളം സൃഷ്ടിച്ചുവെന്ന് പറയാനാകുമോ? പക്ഷേ ഇവിടെ മറ്റൊരു വശമുണ്ട്. അറിവ് കൂടുമ്പോൾ വിനയം കൂടണം. എന്തുകൊണ്ടാണെന്നാൽ, കാരണം കൂടുതൽ പഠിക്കുന്നതോടെ നമ്മൾ അറിയാത്തത് എത്രയോ കൂടുതലാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ മറുവശമാണ് സംഭവിക്കുന്നത്. അവർക്ക് അറിയുന്നത് കൊണ്ട് അറിയാത്തതിനേക്കാൾ വലിയതായി അവർ സ്വയം കാണുന്നു. അതാണ് അഹങ്കാരത്തിൻ്റെ തുടക്കവും. ഇനി സമ്പാദ്യം എങ്ങനെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയാം. പണം, സ്വത്ത്, സൗകര്യങ്ങൾ ഇവയൊക്കെ മനുഷ്യനൊരു സുരക്ഷിതത്വം നൽകും. പണമുണ്ടെങ്കിൽ പല കാര്യങ്ങളും എളുപ്പമാകും. അതിനാൽ പലർക്കും ഒരു തോന്നൽ വരും, ഞാൻ വിജയിച്ചു, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവൻ. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, ഈ സമ്പാദ്യമെല്ലാം സ്ഥിരമാണോ? ഇന്നുള്ളത് നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു രോഗം വന്നാൽ, ഒരു ബിസിനസ് നഷ്ടപ്പെട്ടാൽ, ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ വർഷങ്ങളായി സമ്പാദിച്ചതൊക്കെ ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ എന്താണ് ശേഷിക്കുന്നത്? പണം ഇല്ലാതായാൽ അഹങ്കാരവും ഇല്ലാതാകുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മുടേതായിരുന്നു എന്ന് പറയാനാകുമോ? സമ്പാദ്യം നമ്മെ സഹായിക്കാനുള്ളതാണ്, പക്ഷെ അതിനെ നമ്മുടെ അടയാളമാക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇനി പദവി എന്താണെന്ന് നോക്കാം. ഒരു സ്ഥാനം, ഒരു പവർ, ഒരു അംഗീകാരം ഇവ ലഭിക്കുമ്പോൾ മനുഷ്യനൊരു പ്രത്യേകമായ സന്തോഷം തോന്നും. എന്നെ എല്ലാവരും മാനിക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ ഈ പദവി എവിടെ നിന്നാണ് വന്നത്? അത് നമ്മൾ തന്നെയാണോ സൃഷ്ടിച്ചത്? അല്ല, അത് മറ്റുള്ളവർ നമുക്ക് നൽകിയതാണ്. ഒരു കമ്പനി നമുക്കൊരു സ്ഥാനം നൽകുന്നു, ഒരു സമൂഹം നമുക്കൊരു അംഗീകാരം നൽകുന്നു. പക്ഷെ അവർക്കത് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. അപ്പോൾ ആ പദവി ഇല്ലാതായാൽ നമ്മൾ ആരാണ്? ഇതാണ് മനുഷ്യൻ പലപ്പോഴും ചോദിക്കാത്ത ഒരു ചോദ്യം. അവൻ പദവിയുമായി സ്വയം ബന്ധിപ്പിക്കുന്നു. പദവി പോയാൽ അവൻ താനെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ ഒരു വലിയ സത്യം നമുക്ക് കാണാം. നമ്മൾ അഹങ്കരിക്കുന്നത് പലപ്പോഴും നമ്മുടേതല്ലാത്ത കാര്യങ്ങളിലാണ്. അറിവ് മറ്റുള്ളവർ നൽകിയതാണ്, സമ്പാദ്യം സ്ഥിരമല്ല, പദവി മറ്റുള്ളവർ നൽകിയ ഒരു അംഗീകാരം മാത്രം. അപ്പോൾ ഞാൻ എന്ന് പറയാൻ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണുള്ളത്? ഈ ഞാൻ എന്ന ഭാവം തന്നെയാണ് അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനം. ഇതൊരു മായയാണ്, പക്ഷെ മനുഷ്യൻ അതിനെ യാഥാർത്ഥ്യമായി വിശ്വസിക്കുന്നു. ഇനി അഹങ്കാരമുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയാം. അത്തരം ആളുകൾക്ക് ചുറ്റുമുള്ളവരെ അവർ ശരിയായി കാണാൻ കഴിയില്ല. അവർക്കെല്ലായ്പ്പോഴും തങ്ങളാണ് ശരിയെന്ന് തോന്നും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ അവർ തയ്യാറാകില്ല. ഇങ്ങനെയുള്ളവർ നമ്മളെ പതിയെ പതിയെ തളർത്തും, നമ്മുടെ ആത്മവിശ്വാസം കുറയ്ക്കും, നമ്മുടെ ചിന്തകളെ സംശയപ്പെടുത്തും. അതുകൊണ്ട് അഹങ്കാരമുള്ള ആളുകളെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം മുഖം നോക്കി നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ഒരു ചിരി, ഒരു മുഖഭാവം, അത് ആ നിമിഷത്തെ മാനസികാവസ്ഥ മാത്രമാണ്. യഥാർത്ഥ അഹങ്കാരം അവരുടെ പെരുമാറ്റത്തിലാണ് കാണുന്നത്, അവരുടെ പ്രതികരണങ്ങളിൽ, അവരുടെ സമീപനത്തിൽ. അഹങ്കാരമുള്ള വ്യക്തികളുടെ ചില ലക്ഷണങ്ങൾ നോക്കാം. മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുക. അവർക്ക് മറ്റുള്ളവരെ വില കുറഞ്ഞവരായി കാണാൻ ഒരു പ്രവണതയുണ്ടാകും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്തത്. അവർക്ക് തങ്ങളാണ് ശരിയെന്ന് ഉറപ്പാണ്. മുതിർന്നവരോടുള്ള ബഹുമാനവും കുറവായിരിക്കും. അഹങ്കാരമുള്ള വ്യക്തികളുടെ ചില ലക്ഷണങ്ങൾ പറയാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കാനാണ്. ആദ്യമായി തന്നെ മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുക. ഒരു അഹങ്കാരമുള്ള വ്യക്തിക്ക് മറ്റുള്ളവരെ ഉയർത്തിക്കാണാൻ സാധിക്കില്ല. അവർക്ക് സ്വയം വലിയവനായി തോന്നൽ മറ്റുള്ളവരെ ചെറിയവരാക്കണം. ഉദാഹരണത്തിന്, ഒരു കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ആശയം പറയുമ്പോൾ അവർ അതിനെ നേരിട്ട് നിരസിക്കുകയോ ഇതുപോലും അറിയില്ലേ എന്ന രീതിയിൽ ചോദിക്കുകയോ ചെയ്യും. അവന് നിങ്ങളുടെ അനുഭവത്തിൽ താല്പര്യമില്ല. അവൻ താൻ പറയുന്നത് മാത്രമാണ് പ്രാധാന്യം. മൂന്നാമതായി, മുതിർന്നവരോടും ബഹുമാനം കാണിക്കാതിരിക്കുക. അനുഭവം എന്നതൊരു വലിയ പാഠമാണ്. പക്ഷെ അഹങ്കാരമുള്ള ഒരാൾക്കത് മനസ്സിലാകില്ല. അവൻ ചിന്തിക്കുന്നത് ഞാൻ ഇപ്പോൾ അറിയുന്നത് മതി എന്നാണ്. ഉദാഹരണത്തിന്, ഒരു അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം നൽകുമ്പോൾ അയാൾ നിങ്ങളോട് തിരിച്ചു ചോദിക്കും, ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്ന്? അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട എന്ന രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം. ഇതെന്തുകൊണ്ടാണെന്നോ? കാരണം അവന് ഈഗോ അതിനെ സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. അഞ്ചാമതായി, എനിക്ക് ബഹുമാനം കിട്ടണം എന്ന പ്രതീക്ഷയുള്ളവരാണവർ. അഹങ്കാരമുള്ള ആളുകൾക്ക് റെസ്പെക്റ്റ് വേണം, പക്ഷെ അവർ അത് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അവർ ഡിമാൻഡ് ചെയ്യുന്നു. സത്യത്തിൽ റെസ്പെക്റ്റ് ഒരു ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് നാച്ചുറലി ലഭിക്കുന്ന ഒന്നാണ്.
ആറാമതായി പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുക, അതായത് ഒരു എമ്പതിയും ഇല്ലാതെ. അഹങ്കാരമുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ അത്ര പ്രധാനമല്ല. അവൻ കാണുന്നത് എനിക്കിതിൽ എന്ത് ലാഭം എന്നാണ്. ഒരു സുഹൃത്ത് സഹായം ചോദിച്ചാൽ അവൻ അത് ഇഗ്നോർ ചെയ്യും. പക്ഷെ തനിക്ക് സഹായം വേണമെങ്കിൽ അതേ ആളെ തന്നെ സമീപിക്കുകയും ചെയ്യും. ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല, അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഏഴാമതായി എന്ത് കാര്യത്തിലും ഞാൻ എന്ന നിലപാട് വയ്ക്കും. അഹങ്കാരമുള്ള ആളുകളുടെ സംസാരത്തിൽ ഇത് വ്യക്തമായിരിക്കും. ഞാൻ ചെയ്തത് എൻ്റെ കാരണമാണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരം. ഒരു ടീം വർക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാവരും ചേർന്ന് ചെയ്ത ഒരു കാര്യത്തിൽ പോലും അവൻ ക്രെഡിറ്റ് മുഴുവനായി സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇത് ടീം വർക്ക് നശിപ്പിക്കും, മറ്റുള്ളവർക്കുള്ള വാല്യൂ കുറയും. എട്ടാമതായി പറയുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ ശത്രുവായി കാണും. ഒരു ഹെൽത്തി മൈൻഡ് വ്യത്യാസങ്ങളെ സ്വീകരിക്കും, പക്ഷെ അഹങ്കാരമുള്ള മൈൻഡ് വ്യത്യാസങ്ങളെ ട്രീറ്റായി കാണും. ഉദാഹരണത്തിന്, ആരും അവൻ്റെ അഭിപ്രായത്തോട് ഒപ്പമല്ലെങ്കിൽ പോലും അവൻ അവരെ ഒഴിവാക്കുകയോ അവരോട് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യും. ഇത് ഡിസഗ്രിമെൻ്റ് അല്ല, ഇത് ഇൻസെക്യൂരിറ്റിയാണ്. ഇവയെല്ലാം കേൾക്കുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷേ ഇതിൻ്റെ ഫലം വളരെ വലിയതാണ്. ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് പതിയെ പതിയെ ആളുകൾ അകലം പാലിക്കും. തുടക്കത്തിലേ തന്നെ അവർ നിങ്ങളെ മനസ്സിലാക്കും, പിന്നീട് അവർ നിങ്ങളെ വിട്ടു മാറുകയും ചെയ്യും. അവസാനം അഹങ്കാരമുള്ള ഒരാൾക്ക് പലരും ചുറ്റുമുണ്ടാകും, പക്ഷെ അവനൊപ്പം നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇത് കേട്ട ശേഷം ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക, ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും എനിക്കുണ്ടോ? ഞാൻ അൺനോയിങ്ലി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണോ? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നവരാണ് മാറ്റം തുടങ്ങുന്നവർ. കാരണം അഹങ്കാരം ഒരു ദിവസം കൊണ്ട് വന്നതല്ല, അതുപോലെ അതൊരു ദിവസം കൊണ്ട് പോവുകയുമില്ല. പക്ഷെ ഓരോ ചെറിയ മാറ്റവും ഒരു വലിയ വ്യക്തിത്വമായി മാറാൻ സഹായിക്കും. ഒടുവിൽ ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്, മറ്റുള്ളവരെ താഴ്ത്തി നിൽക്കുന്നത് ഉയരമല്ല, മറ്റുള്ളവരെ ഉയർത്തി നിർത്താൻ കഴിയുന്നത് തന്നെയാണ് യഥാർത്ഥ ഉയരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.